ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൺഡേ സ്പെഷ്യൽ കൗതുക കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കാണ്. അവിടെ നമ്മളെ കാത്ത് ഒരാളുണ്ട്. സാധാരണ മീനുകളെ പോലെയല്ല ഇവൻ. കയ്യിൽ ഒരു ടോർച്ചും തലയിൽ ഒരു കൊമ്പുമൊക്കെയുള്ള ഒരു വിരുദ്ധൻ. അതാണ് ആംഗ്ലർ ഫിഷ്. അപ്പോ റെഡിയല്ലേ നമ്മുടെ ആഴക്കടൽ വിശേഷങ്ങളിലേക്ക്? കൂട്ടുകാരെ, കടലിന്റെ ആഴങ്ങളിലേക്ക്, അതായത് കിലോമീറ്ററുകൾ താഴേക്ക് പോയാൽ വല്ലാത്ത ഇരുട്ടാണ്. സൂര്യപ്രകാശം ഒട്ടും എത്താത്ത ആ ലോകത്ത് ഒരു ടോർച്ചില്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആംഗ്ലർ ഫിഷിന് ടോർച്ചിന്റെ ആവശ്യമില്ല. ഈ കൂരിരുട്ടിലും ആംഗ്ലർ ഫിഷ് എങ്ങനെയാണ് ഇര തേടുന്നതെന്നും വഴി കണ്ടെത്തുന്നതെന്നും നോക്കിയാലോ? ആംഗ്ലർ ഫിഷിന്റെ തലയുടെ മുകളിൽ ഒരു ചെറിയ കൊമ്പ് പോലെയുള്ള ഭാഗമുണ്ട്. ഇതിന്റെ അറ്റത്ത് എപ്പോഴും ഒരു വെളിച്ചം ഇങ്ങനെ മിന്നി മിന്നി നിൽക്കും. ഇതെന്തിനാണെന്നോ? ഇരുട്ടിൽ ഈ വെളിച്ചം കാണുമ്പോൾ മറ്റു ചെറിയ മീനുകൾ വിചാരിക്കും അവിടെ എന്തോ മിഠായിയോ കളിക്കോപ്പുകളോ ഉണ്ടെന്ന്. അവർ ഇത് കാണാൻ അടുത്തു വരുമ്പോൾ നമ്മുടെ ആംഗ്ലർ ഫിഷ് ഒറ്റയടിക്ക് അവരെ പിടികൂടും. ആഴക്കടലിലെ ഒരു മാജിക് ലാമ്പ് പോലെയാണിത്. ഈ മീനിനെ കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും. കാരണം ഇതിന്റെ വായ നിറയെ സൂചി പോലെ കൂർത്ത പല്ലുകളാണ്. എന്നാൽ ഈ പല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ ഉള്ളിലേക്ക് വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇര ഇതിന്റെ വായ്ക്കുള്ളിൽ കുടുങ്ങിയാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കാണുന്ന കാർട്ടൂണിലെ വില്ലന്മാരെ പോലെയാണ് ഇതിന്റെ ഒരു ലുക്ക്. കൂട്ടുകാർ എപ്പോഴെങ്കിലും ഒരു ബലൂൺ വീർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് ആംഗ്ലർ ഫിഷിന്റെ വയറും. ആഴക്കടലിൽ എപ്പോഴും ഭക്ഷണം കിട്ടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു വലിയ മീനിനെ കിട്ടിയാൽ തന്റെ ശരീരത്തെക്കാൾ വലിപ്പമുള്ള ആ മീനിനെ വിഴുങ്ങാൻ വേണ്ടി ഇവൻ തന്റെ വയറ് ഒരു ബലൂൺ പോലെ വീർപ്പിക്കും. എന്നിട്ട് ആ ദിവസത്തെ ഫുഡ് അങ്ങ് കുശാലാക്കും. ആഴക്കടലിലെ വെള്ളം ഐസ് പോലെ തണുത്തതാണ്. നമ്മളാണെങ്കിൽ വിറച്ചു പോകും. പക്ഷേ ആംഗ്ലർ ഫിഷിന് ആ തണുപ്പും വലിയ വെള്ളത്തിന്റെ സമ്മർദ്ദവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. പ്രകൃതി അവന് നൽകിയിരിക്കുന്ന സ്പെഷ്യൽ ഡ്രസ്സാണ് അവന്റെ ശരീരം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നമ്മുടെ ആംഗ്ലർ ഫിഷ് ഒരു ഭീകരനാണെങ്കിലും നല്ലൊരു ബുദ്ധിമാൻ കൂടിയല്ലേ? ഇരുട്ടിൽ ജീവിക്കാൻ അവൻ എത്ര മനോഹരമായാണ് വെളിച്ചമുണ്ടാക്കുന്നത്. പ്രകൃതിയിലെ ഇത്തരം ഒത്തിരി അത്ഭുതങ്ങൾ ഇനിയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള രസകരമായ വിശേഷങ്ങൾ ഇനിയും കാണാനും കേൾക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക. അടുത്ത ഞായറാഴ്ച പുതിയൊരു കൗതുകവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.